നമസ്കാരം. നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതൊരു ധർമ്മശാലയല്ല, ഈ ഭാരതം എന്നതൊരു ധർമ്മശാലയല്ല, ഇവിടെ ജനിച്ചവർക്ക് മാത്രമാണ് ഇവിടെ താമസിക്കുവാൻ കഴിയുക, നുഴഞ്ഞുകയറ്റക്കാരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കും എന്ന് പറയുകയുണ്ടായി. അതിനെതിരെ ചില ആളുകൾ വാളെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണൊക്കെ അതിനെതിരെ പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ മിലേഷ്യസ് അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന ഞാനൊന്ന് കാണിച്ചു തരാം. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ ഇന്ത്യക്കാരോട് പോകാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നാണ്. നിങ്ങളൊന്ന് കാണും. അദ്ദേഹം അറിവില്ലാത്ത ഒരാളല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം നല്ല ബോധ്യമുള്ള, ലോകവിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ഒരു പുരോഹിതനാണ് അദ്ദേഹം. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോൾ FCR ഭേദഗതിയൊക്കെ വരുമ്പോൾ അതിനെതിരെയുള്ള ചുരുക്കമായിരിക്കാം. കാരണം നോക്കൂ, ഈ ഗൾഫ് രാജ്യങ്ങളിൽ കൃത്യമായിട്ട് പാസ്പോർട്ടും വിസയും അങ്ങനെയുള്ള രേഖകളില്ലാതെ പോയ ആളുകളെ പുറത്താക്കാറുണ്ട്. അതുപോലെ അമേരിക്കയിൽ നമ്മൾ ആൽബിച്ചൻ മുരിങ്ങലിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ആൽബിച്ചൻ മുരിങ്ങൽ ഈ രാജ്യത്തെ തെറി വിളിച്ച ഇതേ പാതിരിയുടെ, ഈ പുരോഹിതൻ്റെ ഒക്കെ ഗുണത്തിൽ ഗണത്തിൽപ്പെട്ട ആളായിരിക്കാം. ഗുണം എന്ന് ഞാൻ പറയുന്നില്ല, ഗണത്തിൽപ്പെട്ട ആളായിരിക്കാം ഈ ആൽബിച്ചൻ മുരിങ്ങൽ. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ലല്ലോ. ഈ ആൽബിച്ചൻ മുരിങ്ങൽ ഇന്ത്യയെ വലിയ തള്ളിപ്പറഞ്ഞു, രാജ്യത്തെ വൃത്തികെട്ടവരെ വളരെ മോശമായിട്ട് ഉള്ള പരാമർശങ്ങളൊക്കെ നടത്തി. അയാളെ ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്യാൻ പോകാൻ പിടിച്ച് ജയിലിനകത്താണ്. അതുപോലെ അമേരിക്കയിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ താമസിക്കാൻ കഴിയും. അങ്ങനെ കണ്ടവർക്കൊക്കെ പോയി കുടിയേറാൻ കഴിയുമോ? കാനഡയിൽ കഴിയുമോ? മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കഴിയുമോ? ഇന്ത്യ അതുമാത്രമല്ല, നോക്കൂ, അമേരിക്കയുടെ ഭൂവിസ്തൃതിക്ക് അനുസരിച്ചാണ് അവിടുത്തെ ജനസംഖ്യ. ഇന്ത്യ എന്ന് ലോകത്തെ ഏറ്റവും അധികം ജനങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. ആ രാജ്യത്ത് പിന്നെയും അതുമാത്രം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ രാജ്യത്തോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റൊരു മതരാജ്യം വാങ്ങിച്ചു പോയ ആളുകളാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ആളുകൾ. അവരുടെ പിൻതലമുറ വീണ്ടും ഈ രാജ്യത്തേക്ക് വരികയാണ്, ഇവിടെ താമസിക്കും. ഇവിടെ നിന്ന് വീതം വാങ്ങിച്ചു പോയിട്ട് വീണ്ടും ഇവിടെ അടുക്കള ഭാഗത്ത് വരുന്നതിൽ ഒരു നല്ല രീതി ഉണ്ടോ? നന്നായി അംഗീകരിക്കാൻ കഴിയുമോ? അതിലെന്തെങ്കിലും സാങ്കത്യം ഉണ്ടോ? അപ്പോൾ അത്തരം ആളുകളെ പുറത്താക്കുമെന്നൊരു ഭരണാധികാരി പറയുമ്പോൾ അതിനെ അംഗീകരിക്കേണ്ടതല്ലേ? മറ്റ് രാജ്യങ്ങളിൽ ഇതുണ്ടല്ലോ. അമേരിക്കയിലോ, കാനഡയിലോ, ഓസ്ട്രേലിയയിലോ, ഇംഗ്ലണ്ടിലോ നിങ്ങൾക്ക് ഇങ്ങനെ പോയി താമസിക്കാൻ പറ്റുമോ? അദ്ദേഹം അത് എടുത്തു പറഞ്ഞത് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്, ഞങ്ങളുടെ രാജ്യം. മനസ്സിൽ അത്തരം ഒരു വ്യംഗ്യമായിട്ടുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് മനസ്സിലങ്ങനെ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഹിന്ദുക്കളോ ഇങ്ങനെയുള്ള ഇന്ത്യക്കാരോ പോകുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങളെ പുറത്താക്കൂലേ? അങ്ങനെയല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചതായിരിക്കുമല്ലോ. ഈ രാജ്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞപ്പോൾ ജപ്പാൻ പറഞ്ഞില്ലല്ലോ, സിംഗപ്പൂർ പറഞ്ഞില്ലല്ലോ, ചൈന പറഞ്ഞില്ലല്ലോ. ഏത് രാജ്യത്തായാലും അതായത് അതിക്രമിച്ച് കയറുന്നവരെ, ഇതുപോലെ കുടിയേറുന്നവരെ, അത് രേഖകളില്ലാതെ കുടിയേറുന്ന ആളുകളെ പുറത്താക്കും ഏത് രാജ്യമായാലും. അത് ഇന്ത്യ ചെയ്യുമ്പോൾ എന്താണ് ഇവർക്ക് ചൊറിച്ചിൽ എന്നതിന് എല്ലാത്തിനും അപ്പുറത്ത് മതപരമായ ഒരു അസഹിഷ്ണുത, ഈ രാജ്യത്തിൻ്റെ ദേശീയതയെയും സംസ്കാരത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ നാടിനെ ഭരിക്കുന്നതിലുള്ള അസഹിഷ്ണുതയാണ് ഇത്തരം പുരോഹിതന്മാർക്കും മതജീവികൾക്കും എന്ന് പറയേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം. അത്തരം ആളുകളോട് ചിലക്കാതെ പോടാ എന്ന് പറയാൻ എല്ലാ ബഹുമാനവും മാറ്റിവെച്ച് നമ്മൾ ഇന്ത്യക്കാർ തയ്യാറാകണം എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.